ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു മുളകാ പച്ചടി, അതായത് ഒരു ഓണം വിഭവം ആയിട്ടുള്ള മുളകാ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഇത് എല്ലാവരുടെയും ഒരു ഇഷ്ടവിഭവം തന്നെയാണ് മുളകാ പച്ചടി, അല്ലെങ്കിൽ പുളിഞ്ചി എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു ഇഷ്ട വിഭവമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് സദ്യ ഒരു തൃപ്തികരമാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഈ പുളിഞ്ചി. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഇത് ഒരു 3 ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള, അല്ലെങ്കിൽ ഒരു വലിയ ഓറഞ്ച് വലുപ്പത്തിലുള്ള കുറച്ച് പുളിങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടതായിരുന്നു, അത് എടുത്ത് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് നനഞ്ഞ പോലെ തോന്നുന്നത്, കാരണം ഞാൻ മറന്നുപോയി അതിൻ്റെ മുന്നേ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാനിനി ഇത് വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അത് പുറത്തെടുത്തത്. അപ്പോൾ ഇത് നല്ലപോലെ വേണമെങ്കിൽ ഒരിത്തിരി ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ച് വെക്കാം, പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ 1 മണിക്കൂറൊക്കെ ഒന്ന് കുതിർക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുൻപ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇനി ഞാൻ അതെല്ലാം നല്ലപോലെ അരിച്ചെടുത്തു. ഒരു അരിപ്പയിൽ അരിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഫുള്ള് നല്ല പോലെ പുളി ഉണ്ടാവും. അതിൽ അതിൻ്റെ സത്തുക്കളെല്ലാം കിട്ടാൻ പാകത്തിന് നമ്മൾ അത്യാവശ്യം വേണ്ടത്ര വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു മൺചട്ടിയിൽ വെക്കണം എപ്പോഴും കേട്ടോ. മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മൺചട്ടിയിലേക്ക് ഞാനിത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ, ഈ പുളി. പുളി മൊത്തമായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു. ഗ്യാസ് എല്ലാം കത്തി പുളി ഇവിടെ അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ പുളിയുള്ള സാധനത്തിലേക്ക് ഉപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു. വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഇതിങ്ങനെ തിളച്ച് തൂവുന്നത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം, കാരണം ഒന്നിച്ച് പോവും, ഗ്യാസ് എല്ലാം കെട്ടുപോവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങളത് തുറന്ന് തന്നെ വെക്കാം. അപ്പോൾ ഈ മഞ്ഞൾ, ഉപ്പ്, മുളക് എല്ലാത്തിലും കിടന്നിട്ട് ഒന്ന് വേവാനുണ്ട് കേട്ടോ പുളി. അപ്പോൾ ആ പുളി നല്ല പോലെ ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ പുളി ഇവിടെ നല്ല പോലെ കണ്ടില്ലേ, നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കയ്യിലെടുത്ത് ഇളക്കി കൊടുക്കാം. നല്ലപോലെ പുളിക്ക് ഒരു വേവുണ്ട് കേട്ടോ. ആ വേവ് ശരിയായിട്ടില്ലെങ്കിൽ അത് ഒരു ചൊവ ഉണ്ടായിരിക്കും അതിന്. അപ്പോൾ നല്ല പോലെ തിളക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ട് അപ്പുറത്തെ സ്റ്റവിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് പൊടിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പൊടികളെല്ലാം വറക്കാനുള്ളതെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ കടുക് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്യാസ് ഓഫാക്കി അടുത്തത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ എള്ളും ഇവിടെ സെപ്പറേറ്റ് വറുത്തെടുത്തു. നല്ലപോലെ ഒരു റെഡിഷ് കളറാകുമ്പോൾ ഗ്യാസ് ഓഫാക്കി ഇനി ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉഴുന്നുപരിപ്പും ഇവിടെ നല്ലൊരു റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. കരിയാൻ പാടില്ല. കുറച്ച് റെഡിഷ് കളറാകുമ്പോൾ അതും നമുക്ക് ഓഫാക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കത് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അങ്ങനെ പുളി നല്ലപോലെ തിളച്ചെല്ലാം കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. നാട്ടിൽ ശർക്കര അച്ചാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 4 അച്ച് ശർക്കര ഞാനിവിടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഇതിലേക്ക് കൂടുതലാവുമോ എന്ന്. പക്ഷേ ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്.
അപ്പോൾ ഇട്ട് കൊടുത്തപ്പോൾ അത് അധികമൊന്നുമല്ല, കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് 4 അച്ച് ശർക്കരയും ഇട്ട് കൊടുത്തു കേട്ടോ. എങ്കിലും അങ്ങനെ ഒരുപാട് മധുരം മുന്നിലേക്ക് നിൽക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 4 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് കുത്തി പൊട്ടിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒന്ന് അലിയാനൊക്കെ ഒന്ന് സുഖമുണ്ടല്ലോ. വേണമെങ്കിൽ ഇതിലേക്ക് ശർക്കര പാനിയാക്കിയിട്ടും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊടിച്ചിട്ടാണ് ചേർത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരച്ച് ശർക്കര ഞാനവിടെ മാറ്റി വെച്ചിരുന്നു എന്ന്. അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ അത് കുറവായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ 4 അച്ച് ശർക്കര ഫുള്ളാക്കിയിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുറുകണം. എങ്കിലേ നമുക്ക് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പൊടിച്ച പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇപ്പോൾ പുളിയുടെ ഈ വെള്ളവും ശർക്കരയും ഒക്കെ ഇട്ട ഈ പാനി ഇതങ്ങ് നല്ല പോലെ ഒന്ന് കിടന്ന് കുറുകണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൊടിച്ച് വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ആദ്യം ഇട്ട് കൊടുത്തത് കടുകാണ്, കടുക് പൊടിച്ചത്. പക്ഷേ ഗ്യാസ് ഓഫാക്കുക കേട്ടോ. ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം ചെയ്യാൻ, പൊടി ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കട്ടയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തു കേട്ടോ. ഉഴുന്നുപരിപ്പും എള്ളും അതുപോലെ കടുകും എല്ലാം ഇട്ട് കൊടുത്തു. നല്ല പോലെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി ഏറ്റവും നന്നായിട്ട് കുറുകിയതിന് ശേഷം നിങ്ങൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുറുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കയ്പ്പ് വരും കേട്ടോ. പൊടികളെല്ലാം കൂടി ഇട്ടതിന് ശേഷം തിളപ്പിച്ചാൽ. ഇനി അതിലേക്ക് വേണ്ട മുളകാണ്. ഞാനിവിടെ ഒരു 10 മുളക് എടുത്തിട്ടുണ്ട്. അത് നെടുകെ പിളർന്നതാണ്. ഇനി നമുക്കിത് എണ്ണയിൽ നല്ല പോലെ ഇട്ട് വാട്ടി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മുളക് പച്ചടിയിലേക്കുള്ളതാണ് ഇത്. ഇതിലെ മെയിൻ ഒരു താരാണ് പച്ചമുളക് നെടുകെ പിളർന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആണ് വേണ്ടത് കേട്ടോ. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ തന്നെ വേണം ഇതിലേക്ക്. അപ്പോഴാണ് ഇത് നല്ല പോലെ ഒരു ടേസ്റ്റ് ആവുക. മെയിൻ താരം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഈ പച്ചമുളക് വഴറ്റിയിടുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല വീട്ടിലുണ്ടായ കറിവേപ്പിലയും കൂടിയും കുറച്ചിട്ട് കൊടുത്തോളൂ. പിന്നെ ഇങ്ങനെ തണ്ടോട് കൂടി നമുക്ക് ഒന്ന് പുളിഞ്ചിയിലേക്ക് അങ്ങ് വെറുതെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം മുളകും കൂടിയും വാട്ടിയെടുക്കും ഇതിൽ തന്നെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും എല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ പച്ചമുളക് നമ്മൾ കീറി വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തു. നല്ല പോലെ ഇത് വഴറ്റിയെടുക്കണം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ പച്ചമുളക് വഴറ്റിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ എണ്ണയിലിവിടെ വാടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ മുളക് ഇവിടെ നല്ല പോലെ വാടി, ഇതുപോലെയാണ് കേട്ടോ. ഈ പരുവത്തിലാണ് വാടേണ്ടത് മുളക്. അപ്പോൾ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുളക് പച്ചടിയിലേക്ക് മൺകലത്തിലേക്ക് തട്ടി കൊടുക്കണം. അപ്പോൾ പുളിഞ്ചി അല്ലെങ്കിൽ മുളക് പച്ചടി ഇവിടെ നല്ലപോലെ കുറച്ചൊക്കെ കുറുകി വന്നിട്ടുണ്ട്, പൊടിയൊക്കെ ഇട്ടപ്പോൾ കേട്ടോ. ഇനി നമുക്കിത് ഈ വറുത്തിട്ട മുളക്, ഈ വറവ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ള ടേസ്റ്റ് എല്ലാം എന്താ പറയുക പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പഴയ ഓർമ്മയാണ്. എനിക്ക് എൻ്റെ അമ്മയൊക്കെ എൻ്റെ ചെറുപ്പത്തിലുണ്ടാക്കിയെന്ന ആ ഓർമ്മയാണ് കേട്ടോ. നല്ല പോലെ ഈ വെളിച്ചെണ്ണയിൽ മുളകൊക്കെ മൂക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. നമുക്ക് സദ്യ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നും ഇതുണ്ടാക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റിൽ ഇതങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊരു തലേ ദിവസം എന്തായാലും, ഓണത്തിൻ്റെ തലേ ദിവസം എന്തായാലും ഉണ്ടാക്കി വെക്കും കേട്ടോ പണ്ട് തന്നെ. ഇനി ഇത് ഇപ്പോൾ കുറച്ച് ലൂസായി തോന്നും, പക്ഷെ നാളത്തേക്ക് ഇത് നല്ല പോലെ കുറുകും. ഈ മൺചട്ടിയിൽ ഇരുന്ന് തന്നെ കുറുകും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റിയായ മുളക് പച്ചടി ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ മുളക് പച്ചടി പിറ്റേ ദിവസമായപ്പോഴേക്കും ഒന്നുകൂടി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ
ഇതാ കണ്ടില്ലേ, നല്ലപോലെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ശർക്കരയും പുളിയും എല്ലാം ആയി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പുളിഞ്ചി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി വരാം. ടിൽ ദെൻ ബൈ.